ഞങ്ങൾ തിയേറ്ററിലെത്തി, ഇവിടെ കാണുമെന്ന് പറഞ്ഞിട്ട്. ശരിയാണ്, എനിക്ക് വല്ലാത്ത ടെൻഷനാണ് ബേബിക്കുട്ട. ആളുകൾ എൻ്റെ സിനിമ എങ്ങനെ സ്വീകരിക്കും എന്നൊക്കെ. ഏതാണ്ട് 1650 ദിവസങ്ങളോളം ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. ഹായ് ഓൾ, ദിസ് ഈസ് കോക്ക് ബെരേഷ്. ഞാൻ ബെരേഷ്. അങ്ങനെ 1650 ദിവസത്തിന് ശേഷം എനിക്കാണ് മോക്ഷം കിട്ടിയിരിക്കുന്നത്, ബറോസിനെ പോലെ. ഇത് വളരെ ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ഫിലിമാണ്. പറയുന്നത് കുട്ടികളാണ്, കുട്ടികളും കുട്ടികളെ കൊണ്ടുവരുന്ന കുടുംബങ്ങളും എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിക്കും എല്ലാവർക്കും കാണാവുന്ന ഒരു സിനിമയാണ്. കുട്ടികൾക്ക് മാത്രമല്ല, വലിയ ആൾക്കാരിലെ കുട്ടികൾക്കും ഫോക്കസ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ബറോസ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. വെറും കൂതറ പടം, വെറും കോമാളി പടം. കഥ നല്ലതാണ്, ഇഷ്ടപ്പെട്ട പാട്ട് നല്ലതാണ്. ആനിമേറ്റഡ് അഭിനയം വളരെ മോശം. വെറും കൂതറ പടം, ഒരു സമയം കളയല്ല നിങ്ങൾ. കൂതറ പടം. ഒരു 40 വർഷത്തിന് ശേഷമാണ് ഒരു 3D ഫിലിം ഇന്ത്യയിൽ ചെയ്തിരിക്കുന്നത്. ഒരുപാട് സ്പെഷ്യാലിറ്റി ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെ പറയുന്നത് നേറ്റീവ് 3D ഷോട്ട് വിത്ത് സ്റ്റീരിയോ ലെൻസസ് എന്നാണ്. എന്തായാലും മാറ്റിനിയോട് ജനങ്ങൾ വിധിയെഴുതും, ഭയപ്പെട്ടിട്ട് എന്ത് കാര്യം. അപ്പം അതിൻ്റെ എല്ലാ ഘടനകളും വേറെ രീതിയിലാണ്. അത് ഷൂട്ട് ചെയ്യുന്ന രീതി, അതിൻ്റെ സൗണ്ട് സ്കേപ്പ് എല്ലാം. മാത്രമല്ല എടുത്തു പറയേണ്ടത് ഇതിൻ്റെ VFX സൈഡാണ്. ഒരു മലയാള സിനിമയിൽ ഈ ഒരു ടൈപ്പ് ഒരു മേക്കിംഗ് VFX സൈഡ് പ്രതീക്ഷയില്ല. പിന്നെ സെറ്റ് വർക്കൊക്കെ നല്ല രസമായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു മനസ്സോടു കൂടിയാണ് ഈ സിനിമ കാണേണ്ടത്. അപ്പം അതായത് നമ്മൾ മറ്റേ കാണുന്ന സിനിമയുടെ പേസിലല്ല ഈ സിനിമ. അങ്ങനെ ഈ സിനിമ എടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഉള്ള പാനുകൾ, ടിൽറ്റപ്പ്, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കട്ടിങ്, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കാണുന്ന ആൾക്കാർക്ക് തലവേദന ഉണ്ടാകാം, നോസിയ ഉണ്ടാകാം, ഡിസോറിയന്റഡ് ആകാം. ഒരു പ്രതീക്ഷയില്ലാതാണ് ലാലിന്റെ പണം കാണാൻ വന്നത്. ലാലിന്റെ ഫസ്റ്റ് ഇൻട്രഷൻ പൊളിച്ചടിക്കിട്ടുണ്ട്, ഒന്നും പറയില്ല, അടിപൊളി ഇൻട്രഷൻ. അതുകൊണ്ട് കാണികൾ, വ്യൂവേഴ്സിന്റെ മനസ്സറിഞ്ഞിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ വർക്ക് ചെയ്തിരിക്കുന്നവരൊക്കെ തന്നെ വളരെ പ്രസിദ്ധരായ ആൾക്കാരാണ്, പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ആള്, അല്ലെങ്കിൽ അതിന്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആള്, പിന്നെ സന്തോഷ് ശിവനാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ സിനിമ കണ്ട ആൾക്കാരാണോ? കുട്ടികൾക്ക് വേണ്ടി ലാലേട്ടൻ ഇങ്ങനെ ഒരു ചെയ്തത് വലിയവർക്ക് എങ്ങനെയാണെന്നല്ല, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കണ്ട ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും. പിന്നെ ലിഡിയൻ നാദസ്വരാണ് അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളിതൊരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ഫിലിം ആയതുകൊണ്ട് വളരെ ചെറുപ്പക്കാരനായ, അയാൾക്കൊന്ന് 13 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഏതാണ്ട് 6 വർഷം മുമ്പാണ് ഞങ്ങൾ തുടങ്ങിയത്. അപ്പം അങ്ങനെ ഒരു മനസ്സുള്ള ഒരാളുടെ മ്യൂസിക് വേണമെന്ന് വിചാരിച്ചിട്ടാണ് അയാളെ കൊണ്ട് ചെയ്തിരിക്കുന്നത്. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ചെയ്തിരിക്കുന്നത്. ഫോക്കസ്ഡ് ഓൺ കുട്ടികളാണ്. കുട്ടികൾ എന്തായാലും തിയേറ്ററിൽ കയറാൻ സാധ്യതയുള്ള പടം തന്നെയാണ് ബറോസ്. എനിക്കങ്ങനെ ഒരു വലിയ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊരു നിയോഗം പോലെ ബന്ധപ്പെട്ടതാണ്. എന്തായാലും കലക്കിടാൻ നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. നവോദയയിൽ നിന്ന് തന്നെയാണ് തുടക്കം. എൻ്റെ സിനിമ തുടങ്ങിയിരിക്കുന്നത് നവോദയയിൽ നിന്നാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഡയറക്ഷനും തുടങ്ങിയിരിക്കുന്നത് നവോദയയിൽ നിന്നാണ്. അന്ന് അദ്ദേഹത്തിന് ആ സിനിമ ചെയ്യേണ്ട വേറൊരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനൊരു സിനിമ ആര് ചെയ്യും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴേ എനിക്ക് പേഴ്സണലി ഭയങ്കര അസഹനീയമായിരുന്നു. ഉറപ്പിക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ 35 മിനിറ്റുള്ളൊരു സിനിമ കണ്ടു തീർക്കാൻ പെട്ട പാട്. ഇത് വളരെ റെയറായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. 40 വർഷമായിട്ട് ആരും ചെയ്യാത്തൊരു കാര്യം. എല്ലാ രീതിയിലും വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഇത് ആദ്യമായിട്ടാണ് ഒരു കേരളത്തിൽ നിന്ന് തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദിയിലൊക്കെ ഡബ് ചെയ്തൊരു സിനിമ പോകുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാം അതാത് ഭാഷയിൽ സെൻസർ ചെയ്യണം. ഇത് ഈ സിനിമയുടെ വിജയത്തെ അനുസരിച്ച് ഇന്ത്യക്ക് പുറത്തുള്ള ഒരുപാട് ഭാഷകളിൽ ഇത് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് ആയാലും സ്പാനിഷ്, പോർച്ചുഗീസ്, അല്ലെങ്കിൽ റഷ്യൻ, അങ്ങനെയൊക്കെ. കിട്ടിയ ഊട്ടി, ഇല്ലെങ്കിൽ ചാട്ടി, അത്രേ ഉള്ളൂ.